ഹായ് പ്രിയപ്പെട്ടവരെ, അസീം വിളിയങ്കോടാണ്. കലായാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ അഭിമാനമായ, മലയാളികളുടെ അഭിമാനമായ ഒരു ഗായകൻ. ആ ഗായകൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ ലൈലാകമേ പൂച്ചൂടുമോ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. യെസ്. എന്താണ് ഹസീമ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. നമ്മള് കൈരളിയുടെ അതിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. പിന്നെ കണ്ടിട്ടില്ല, പിന്നെ കുറെ വർഷങ്ങളോളായി, ഒരുപാട് വർഷം. എന്നാലും എൻ്റെ ചില വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഇവനെ എവിടെയാണ് ഇപ്പോൾ എന്നൊക്കെ വിചാരിക്കും. അതല്ലേ, കുറെ ഫീൽഡിൽ കുറെ വിട്ടുന്നല്ലേ. ഇപ്പോൾ ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിലിപ്പോൾ കലായാത്ര എന്നൊരു പരിപാടി ഉണ്ട്. അടിപൊളി. അതില് ഓരോ കലാകാരന്മാരെ പരിചയപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം വിശ്വേട്ടനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, വിശ്വേട്ടനിലൂടെ നമ്മളെ അറിയപ്പെടണം, അങ്ങനെയാണ്. അല്ലാണ്ട് വിശ്വേട്ടനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആയിക്കോട്ടെ, സന്തോഷം. എന്തായാലും പിന്നെ എന്താണ് കലായാത്രയിൽ കുറെ പിന്നെ കലാകാരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മളെ എല്ലാ ഞായറാഴ്ചയും ഓരോ ആളുകളെ പരിചയപ്പെടുത്തുന്നു. സന്തോഷം, എനിക്കും വരാൻ പറ്റിയത്. അപ്പോൾ അസീമിനും ചാനലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നിന്റെ വിശേഷം പറയാം, എൻ്റെ വിശേഷം പറയാം. എന്റെ വിശേഷം രണ്ട് വിശേഷം പറയാം. തീർച്ചയായിട്ടും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മിമിക്രി ഫീൽഡ് ഒരു 23 വർഷമായി ഞാൻ ഫീൽഡിൽ നിന്ന് മാറി. സ്റ്റേജ് ഷോ ചെയ്യുന്നില്ല. വിശ്വയുടെ ഫാമിലിയെ കുറിച്ച് മക്കള് പിന്നെ 2 ആൺപിള്ളേര്, വൈഫ്. മൂത്താള് +2 കഴിഞ്ഞ്. അതല്ലേ. രണ്ടാമത്തെ മൂത്താള് പവൻ. രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിൽ, പാർത്ഥിവ്. വൈഫിന്റെ പേര് വിജി. എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് കുറച്ച് എന്തായാലും 2-3 പാട്ടുകൾ ഒന്ന് പാടാം. അസീമിന്റെ ചാനലിന് വേണ്ടി നമ്മൾ പാടിയില്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. ഏതാണ്? നമ്മുടെ മറന്നു പൂ മകളെ എന്നുള്ള ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അത് പടത്തിയത് പടമാണെന്ന്, ദിലീപേട്ടൻ്റെ പടമാണ്. നമ്മുടെ എന്താണ് പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ചക്കരമുത്ത്. കറക്റ്റ്, അതിലത്തെ പാട്ട്. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു വെറുതെ, മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ പഠിച്ചു. അടിപൊളി. അതിലാണ്ട് തുടങ്ങാം അല്ലേ? നല്ല പാട്ടത്. അടിപൊളി പാട്ട്. ജയചന്ദ്രൻ സാറിന്റെ മനോഹരമായ ഒരു പാട്ടാണ്. ദാസന്റെ ഒരു പാട്ടാണ്. പിന്നെ പരിചയപ്പെടാം. പിള്ളേരെ നമുക്ക് പരിചയപ്പെടാം. മൂത്തോൻ പാടൂലേ. കീബോർഡ് ആണ് അവന്റെ ഇഷ്ട സംഭവം. പിന്നെ മൂത്താള് +2 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അവൻ പിന്നെ മ്യൂസിക് കോഴ്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ടല്ലോ. കീബോർഡ് പഠിക്കുന്നുണ്ട്. ഷഹീറിന് എടുത്ത്. അതല്ലേ. രണ്ടാമത്തവനും മ്യൂസിക് പഠിക്കുന്നുണ്ട്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വരുമ്പോ ഭയങ്കര രസമുണ്ടായി, ഭയങ്കര കോമഡിയാണ്. വിഷുവിന്റെ ഞാൻ ആ പഴയ അന്ന് വന്ന വഴി വെച്ചിട്ട് പോവാണ്. അപ്പൊ കടയുടെ പയ്യൻ നിൽക്കുന്നുണ്ട്, സൈക്കിൾ നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, വിശ്വന്റെ വീട് ഏതാന്ന് ചോദിച്ചു. അവനോട് തന്നെ വന്ന് അല്ല ചോദിച്ചു, എനിക്കറിയില്ല പാട്ട് പാടുന്ന. അതെ, എന്റെ കൂടെ പോലെ. അങ്ങനെ വന്ന് അമ്പലൊക്കെ ചുറ്റി ഇറക്കിറങ്ങിയിട്ട് പിന്നെ അവന്റെ പിന്നാലെ ഞാൻ പോന്നു. ബൈക്കിൽ പോകുന്നു. ഇവിടെ എത്തിയിട്ടേ
ഞാൻ വിശ്വന്റെ മോനായിട്ടാ. ഇവിടെ എത്തിയതിന് ശേഷം പറഞ്ഞേ. നേരെ ഇതാണ് വീട്. അതാണ് ഇവിടെ വീടെത്താനേ ഞാൻ വിശ്വന്റെ മോനായിട്ടാണ്. ഇത് ആദ്യം പറയണ്ടേ. അടിപൊളിയായിട്ടാ. ഞാൻ പിന്നെ സൂപ്പർ സ്റ്റാർ പരിപാടിയിലേ പങ്കെടുത്തിരുന്നു. അതല്ലേ? റിയാലിറ്റി ഷോ. അപ്പം അതിൽ പോയപ്പോൾ എടപ്പാളാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ജഡ്ജസ് നമ്മുടെ ഷാനു ഭായ കണ്ടല്ലേ, ഷാനു ചോദിച്ചു എടപ്പാള് ഞാനറിയുന്ന ഒരു ഗായകനുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാകും. അതിങ്ങനെ ക്ലിപ്പിങ്സ് വന്നിരുന്നു, ഭയങ്കരമായിട്ട് വൈറലായത്. അതൊക്കെ അറിയാം അതിൻ്റെ അച്ഛനാണെന്ന്. അങ്ങനെ കുറെ നമ്പറുകളുണ്ടോ രസികനാണ് എന്തായാലും. അപ്പൊ ഇവിടെ വരെ എത്തണ വരെ എന്നോട് കൂടെ പിന്നാലെ അപ്പൊ എന്നോട് പറഞ്ഞത് എന്റെ അച്ഛനാട്ടോ വിഷയം. അവനെ വിളിക്കാൻ നമുക്ക് കുളിക്കാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി പഴയൊരു പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആൻഗ്ലിയുടെ താരാട്ട് എന്നിട്ട് അതില് ദാസേട്ടൻ പാടിയ എന്റെ വെണ്ണിൽ വിരിയും എന്നുള്ള എന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ഒന്ന് പാടിത്തരാൻ പറ്റുമോ? എന്റെ ഇഷ്ടപ്പെട്ടാണ്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ല അത് നല്ല രസമുള്ള നല്ല പാട്ടാണ്. ഞാനൊക്കെ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കണ കാലത്തുള്ളൊരു പാട്ടാണ്. നല്ല പടമാണ്. ആ പടമാണ്. അപ്പോൾ ഞാനൊക്കെ അന്ന് ഈ പാട്ട് ഇങ്ങനെ എപ്പോഴും മോളിൽ നടന്നിരുന്നൊരു കാലഘട്ടം. ഈ പാട്ട് എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയാണ് ഇതൊക്കെ. അതെ അതെ. അതില് എൻ്റെ വിണ്ണിൽ വിടരും നിലാവേ എന്നും ഉള്ളിൽ വിരിയും കിനാവേ മോഹങ്ങൾ രാഗങ്ങൾ പകരുമ്പോൾ നിന്നെ ഓർത്തൊരു ഗാനമിത എൻ്റെ വിണ്ണിൽ വിടരും നിലാവേ എന്നും ഉള്ളിൽ വിടരും കിനാവേ മോഹങ്ങൾ രാഗങ്ങൾ പകരുമ്പോൾ നിന്നെ ഓർത്തൊരു ഗാനമിത. നല്ല രസമുള്ളൊരു പാട്ടായിരുന്നത്. ശ്യാമാണ് തോന്നുന്നത്, ചുനക്കര രാമൻകുട്ടി ശ്യാം ടീമിൻ്റെ പാട്ടുകളാണ് ഇതൊക്കെ. അന്ന് ആ സമയത്ത് അവരുടെ ഒരു കോമ്പിനേഷനുള്ള കുറേ പാട്ടുകൾ ആ സമയത്ത് വന്നിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പാട്ടൊന്നും ഇപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം തന്നെ മാറിപ്പോയില്ലേ. ഇപ്പോഴും പ്രോഗ്രാമിന് പാടുന്ന പാട്ടുകളൊക്കെ ഈ ഒരു 80s പാട്ടുകളൊക്കെയാണ് ആവശ്യപ്പെടുന്നുണ്ട് പ്രേക്ഷകർ. ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമാണ് കേൾക്കാനും. മാപ്പിളപ്പാട്ട് വിഷുവിന് പാടാൻ പറ്റും. മാപ്പിളപ്പാട്ട് പിന്നെ എൻ്റെ മാപ്പിളപ്പാട്ടാണ് പാടിത്തരാലോ. ഏഴാം ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട്, താഴമ്പു മണമൊഴുകും കാറ്റിന്ന് വരുന്നുണ്ട്, മേലെ മാനത്തമ്പിളി പാടിയ രാവിൽ മേഘക്കിരിന്നലകൾക്ക് നിറമുണ്ട്, ഏഴാം ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട്. ഇത് ഡോക്ടർ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള അദ്ദേഹം എഴുതി, അദ്ദേഹം തന്നെ ട്യൂണിട്ട് ഭയങ്കര ഹിറ്റായ 2000-ലെങ്ങാനും പാടിയതാണ്. ഇത് എറണാകുളത്ത് വെച്ചിട്ടാണ് ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടായത്. പാട്ട് വളരെ ഹിറ്റായി പോയി. നല്ലൊരു പാട്ടാണ്. ഈ സത്യത്തിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴൊന്നും എനിക്കിത് ഇത്ര ഹിറ്റാവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ചെല്ലണോ പാടണോ പാട്ടുകളോ പഠിക്കണോ പാടണോ പോരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ ഇതങ്ങനെ കയറി പിടിച്ചു. സിനിമയില് ഫസ്റ്റ് പാടി ചന്ദ്രൻ ദിക്ക് ദിക്കിലല്ലേ പാടി? ശരിക്കും ഞാൻ ചന്ദ്രൻ ദിക്കുന്ന ദിക്കിലല്ല ആദ്യത്തെ പാട്ട്. ആദ്യത്തെ പാട്ട് എൻ്റെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ആന്തോളനം എന്ന ഒരു സിനിമ വന്നു. ആ സിനിമ ഇറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ അത് വലിയ വലിയ നായകന്മാരൊന്നും ഇല്ലാത്തൊരു പടമായിരുന്നു. നമ്മുടെ കലാഭവൻ നവാസൊക്കെ അഭിനയിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത, അന്നത്തെ കാലത്ത് അവർ ഭയങ്കര സ്റ്റാർസാണ്. അവർ കുറേ സിനിമയൊക്കെ ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു പടം, അതിൽ ട്രാക്ക് പാടാനായിട്ട് പോയതാണ്. ആന്തോളനം. അതില് ഞാനൊരു കൃഷ്ണ ഒരു ഭക്തി രസമുള്ളൊരു പാട്ട്. നിന്ദതി ചന്ദനമിന്ദു കിരണമനുവിന്ദതി ഖേദമധീരം വ്യാളനിലയമിളനേരകളമിവ. ഇങ്ങനത്തെ ഒരു സാധനം വെറുതെ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അതിലേക്ക് പടത്തിലേക്ക് ഇങ്ങനെ ഒരു പാട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ അതും ട്രാക്ക് പാടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് എല്ലാവർക്കും അത് എൻ്റെ ഒരു പാട്ട്, അത്രയും പാട്ടുകൾ ഞാൻ ട്രാക്ക് പാടിയിട്ട് ദാസേട്ടനൊക്കെ വേണ്ടി പാടിയിട്ടില്ല. ദാസേട്ടനൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ്. അത് നടേശ് ശങ്കറാണ് മ്യൂസിക് ചെയ്ത്, നമ്മുടെ വിദ്യാരമാഷ അനിയ.
യൂസഫ് അലി സാറിൻ്റെ രചനയാണ്. അന്ന് യൂസഫ് അലി സാറിൻ്റെ വരികളൊക്കെ നമുക്ക് പാടാൻ പറ്റുമെന്ന് വലിയൊരു ഭാഗ്യമാണ്. നാടാശേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ പാട്ടുകൾക്ക് ചെന്നൈയിൽ ദാസേട്ടനൊക്കെ ട്രാക്ക് പാടി അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് നടേശേട്ടൻ. നടേശേട്ടൻ ആദ്യമായിട്ട് ഒരു പടത്തിന് സംഗീതം നൽകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മളെ ട്രാക്ക് പാടാൻ വിളിക്കുന്നു. ഫസ്റ്റ് പതിലാണ് പാടിയത്. അതെ അതെ. അപ്പോൾ ട്രാക്ക് മുന്നേ കുറേ പാടിയിട്ടുണ്ട്. ഇതിലും ട്രാക്ക് പാടാനായിട്ട് പോപ്പുലർ ആയിട്ട് വന്ന ചന്ദന അതാണ്. അത് ഇതിൽ പാടിയതിനു ശേഷം, ഈ പടം ഇറങ്ങിയതിനു ശേഷം, ഈ പാട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം ഭയങ്കര എൻട്രി അത് നമ്മുടെ അതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കുറേ സുഹൃത്തുക്കളും തൃശ്ശൂരുള്ള ഒരുപാട് ഒരു സുഹൃത്തിൻ്റെ പേര് പറഞ്ഞാൽ കുറേ പേരെ പറയാതെ കഴിഞ്ഞാൽ അപ്പോൾ ആരും പേര് ഞാൻ പറയാനില്ല. മനസ്സിലുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ്. അവരൊക്കെയാണ് നമ്മുടെ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനുശേഷമാണ് ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിൽ കിട്ടുക. അത് ലാൽ ജോസ് സാറും അതിൻ്റെ ഡയറക്ടർ ലാൽ ജോസ് സാറും പിന്നെ മിലൻ ജലീൽ അതിൻ്റെ പ്രൊഡ്യൂസർ, അതും നമ്മുടെ കാസറ്റ് കമ്പനി, അതും നമുക്ക് പരിചയമുള്ള ശ്രീകുമാർ, അങ്ങനെയുള്ള സൗഹൃദങ്ങളിലൂടെ വന്ന പടമാണ് അത് വിദ്യാസാറുടെ പടത്തിൽ പാടാൻ നമുക്ക് അവസരം കിട്ടും. അതും ഞാൻ പാടുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഒരു ലക്കിൽ അങ്ങനെ പാടി. അന്നത്തെ ഒരു സമയം ഒക്കെ നമുക്ക് പറ്റിയതായിരുന്നു. എന്തായാലും 2 വലിയ പാട്ടാണ്. മായാദേവകിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ, മായ കണ്ണനായിട്ട് അവൻ വളർന്നേ, കാട്ടിൽ അവൻ വളർന്നേ. ആ പാട്ട് ഭയങ്കരമായിട്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊന്നും അന്ന് ഈ സിനിമയുടെ ഈ സംഭാവന എന്ന് അറിഞ്ഞൂടെ. സിനിമയിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത്, എങ്ങനെയാണ് വീണ്ടും ചാൻസ് ചോദിച്ചാലേ കിട്ടുള്ളൂ, അതോ ചാൻസ് ഇങ്ങോട്ട് വരുമോ, ഇതൊന്നും നമുക്ക് മേഖല നമുക്കതൊന്നും അറിഞ്ഞൂടാ. നമ്മളെ അന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടി. ആ ചാൻസിലൂടെ നമുക്ക് എങ്ങനെ പിന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു തരാമെന്ന് ആരും ഉണ്ടായില്ല. പക്ഷെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രദിക്കും കഴിഞ്ഞിട്ട് വിശ്വേട്ടൻ അതേ രൂപത്തിൽ പോരുന്നെങ്കിൽ അല്ല, ആ സമയത്ത് വീണ്ടും പടങ്ങൾ കിട്ടി. സൂത്രധാരൻ കിട്ടി, അത് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കിൽ പാടി. അതിൽ പാടിയുണ്ട്. അതല്ലേ? അത് രവീന്ദ്ര മാഷ, അതും നല്ല മ്യൂസിക് ഡയറക്ടർ അതല്ല പാടി. അതില് രാമ ഹരേ കൃഷ്ണ ഹരേ ഗോപ ഹരേ ഗീത ഹരേ രേ പാഹി മുരാരേ, അത് ദിലീപിന്റെ പടം. അങ്ങനെ അടിക്കടി പടം കിട്ടി ആ സമയത്ത്. അപ്പൊ അതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ്. ആ സമയത്തൂടെയാണ് നമ്മൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയത്. പക്ഷേ പിന്നീട് നമുക്ക് വീണ്ടും പടങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോയി, നമുക്ക് പോയി ചാൻസുകൾ ചോദിക്കണം. ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണം. ചോദിക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ അറിയുമ്പോഴാണ് എനിക്ക് ശരിയാണ് അങ്ങനെ ചോദിക്കണം. അതൊന്നും നമുക്ക് പറഞ്ഞുതരാൻ ആരുമില്ല. നമ്മൾ ചോദിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചാൽ പിന്നെ അയ്യോ ബിസിയാടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് തിരിച്ചു പോരും. 2 പ്രാവശ്യം അതിൽ മുട്ടി പിന്നെ ഞാൻ തിരിച്ചു പോരും. അപ്പം അങ്ങനെയല്ല, നമുക്കല്ലേ മലയാള സിനിമ ആവശ്യം. അപ്പം നമ്മളിങ്ങനെ മുട്ടി ചോദിക്കണം. അതിൻ്റെ ചെറിയൊരു മടി എനിക്കുണ്ട്. എനിക്ക് ഈ ഒരു കാര്യം ചോദിച്ചു വാങ്ങാനുള്ള മിടുക്ക് എനിക്കില്ല. ആ ഒരു മിടുക്ക് ഉണ്ടാവണം. വേറെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 ഭാഗത്ത് പോയിട്ട് കിട്ടില്ലെങ്കിൽ ഒരു നിരാശകളും പരിഗണിക്കണില്ലാന്നുണ്ടാവും. എനിക്ക് നിരാശ വരും. അപ്പൊ പിന്നെ എന്തിനാ അത് കിട്ടൂല എന്ന് പറഞ്ഞാണ്ട് പോരും. പിന്നെ നമുക്ക് ഷോ ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ പോകും. അതിലിടയ്ക്ക് പിന്നെ ഇടയ്ക്ക് ഒരു സിനിമ കിട്ടും. പിന്നെ കാസറ്റുകൾ ഇഷ്ടപ്പെടും. അന്ന് നമുക്ക് നിൽക്കാൻ സമയമില്ല സത്യത്തിൽ, അങ്ങനെ ഓടിക്കൊണ്ട് കാലഘട്ടം. പിന്നെ ഞാൻ ഇത് പാടി പഴയ പാട്ടുകൾ വീണ്ടും റീമേക്ക് പാടുന്ന ഒരു രീതി ഉണ്ടായിരുന്ന ഒരു സമയത്ത് കാസറ്റിൻ്റെ. അതാണ് എനിക്ക് ഒന്നുകൂടെ എനിക്ക് പോപ്പുലാരിറ്റി. പാടിയിട്ടുള്ള പാട്ടുകൾ വീണ്ടും കാസറ്റിലൂടെ കുറേ പാട്ടുകൾ ഇപ്പോഴും ബസ്സിലൊക്കെ കേൾക്കുന്ന പഴയ പാട്ടുകളൊക്കെ കൂടുതലും ഞാൻ പാടിയത്, സതീഷ് ഏട്ടൻ പാടിയത്. അത് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പം അങ്ങനെ പാടാൻ പാടില്ല. ഇപ്പം അതിൻ്റെ അതിനൊരു നിയമവശങ്ങളും ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മളതിനെ ഒരുപാട് പോപ്പുലറാക്കി. അതൊക്കെയാണ് നമ്മളെ പിടിച്ച് നിർത്തിയത് ഇവിടെ. ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും അത് വലിയൊരു തന്നെയാണ്. നിൽക്കണ്ടേ? എന്തായാലും ഇപ്പൊ നാടോടുമ്പോ നടുവേ ഓടുക. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ഏതെങ്കിലും ഒരു മോഡേൺ പാട്ട് ഏതെങ്കിലും ഇപ്പോഴത്തെ രീതിയിലുള്ള പാട്ടുകളും നമുക്ക് പറ്റുന്ന പാട്ടുകൾ അല്ലെങ്കിൽ കൂടെ ഒരു പരിധി വരെയൊക്കെ ഞാൻ പാടും. പുതിയ പാട്ടുകൾ മോശമെന്നല്ല പറഞ്ഞു കേട്ടോ. പുതിയ പാട്ടുകളൊക്കെ നല്ല പാട്ടുകൾ, നല്ല രസകരമായ പാട്ടുകൾ. പക്ഷെ അത് എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല. അത് ആ സ്റ്റേജിൽ പാടാൻ കഴിഞ്ഞ് നല്ല പാട്ടുകളുണ്ട്. ഇപ്പോഴും നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്.
പക്ഷെ അത് കേൾക്കാൻ നല്ല സുഖടാ. കാരണം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനേ, സ്റ്റേജിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു അങ്ങനെ നിർവികാരമായിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ, കൈയടിക്കില്ല, ഒന്നുമില്ല. അതിങ്ങനെ നമ്മൾ പാടിയെന്ന് ഒരു പാട്ട് അത്രേ ഉള്ളൂ. പക്ഷെ ആ സിനിമയിൽ അത് സീനിൽ വരുമ്പോൾ നല്ല രസകരമായിരിക്കും. തീർച്ചയായും അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോഴുള്ള പാട്ടുകളൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പാടാനായിട്ടൊരു ഗ്രിപ്പില്ല. പണ്ടത്തെ പാട്ട് അങ്ങനെ. പക്ഷേ വിഷയം പറഞ്ഞ കറക്റ്റ്. ഇപ്പം എന്ത് ഗാനമേളക്ക് പോയി കഴിഞ്ഞാൽ പഴയ പാട്ടുകളാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്, പാടുന്നതും. അത് പാടിയാൽ ആൾക്കാർ, അത് കേട്ടാൽ ആൾക്കാർക്ക് ഒരു പാട്ട് കേട്ടാൽ മൂടും. ഇപ്പോഴത്തെ പാട്ട് നമ്മൾ സ്റ്റേജിൽ പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വിശേഷം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അന്ന് നമ്മൾ കണ്ടത് പിന്നെ വർഷങ്ങളായി. അപ്പോൾ മക്കള് എത്ര കുട്ടികളായിരുന്നു? 2 മോളാണ്. മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു. പടച്ചോനെ, സത്യം വിശ്വസിച്ചൊന്നും അറിയിക്കാൻ പറ്റിയില്ല. പക്ഷെ കോൺടാക്ട് നമ്പർ ഇല്ല. പിന്നെ തിരക്ക് പെട്ടെന്ന് ആയിപ്പോയി. മൂത്താളെ കല്യാണം കഴിഞ്ഞു. മോളെ നിലമ്പൂർക്ക് അടിച്ചുള്ളത്. പിന്നെ രണ്ടാമത്തെ ചെറുതാണ്, 7 വയസ്സായിട്ടുള്ളൂ. 7 വയസ്സായി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഭയങ്കര ഡിഫറൻസ്. 13 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. വിശേഷം കുട്ടികൾ ആയിട്ടില്ല. ഇവിടെയാണ് താമസിയാതാവും. അത് ഈ പ്രായത്തില് അതൊക്കെ ആകുമ്പോൾ രസമല്ലടാ. അപ്പൊ ജീവിതം ഒന്നുകൂടി മാറും. തീർച്ചയായിട്ടും ഭയങ്കര രസമാണ്. രസമുള്ള സംഭവം തന്നെയാണ്. കുട്ടികളൊന്ന് പരിചയപ്പെടാം. മറ്റാളെ ഞാൻ കണ്ട്, മൂത്താളെ കണ്ടിട്ടില്ല. മൂത്താളെ വിളിക്കാം. പുഞ്ചുനെ വിളിക്കാണ്. പുഞ്ചു. നമ്മുടെ പുഞ്ചു. അത് ഇവിടെ ഇരിക്കും. ഞാൻ ഇവനെ പുഞ്ചു എന്നാ വിളിക്കും. ലേശം നമ്പർ വെക്കണം. അങ്ങനത്തെ നമ്പറുകളൊക്കെ. ഏതെങ്കിലും പാട്ട്. അല്ല, വേറെ കാര്യമുണ്ട്. ഇവന്റെ പിന്നെ ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ട്. ട്യൂഷൻ വീട്. അതിൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഭയങ്കര ഹിറ്റാണ്. പിന്നെ അതിലെ പിന്നെ ആൾക്കാർ കുട്ടികൾ കണ്ട ഇവനെ വളയും. പെൺപിള്ളേരൊക്കെ ഉണ്ടാവും. ഏതാ പാടാ? നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. ഓക്കെ, സൂപ്പർ. മൂത്ത മോനൊന്ന് വിളിക്കാൻ പറ്റുമോ? മോനെ വിളിക്കാലോ. എന്തായാലും മോനെ കൊണ്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ. പവൻ വാടാ. അസീം വെളിയങ്കോട് അച്ഛൻ്റെ സുഹൃത്താണ്. അസീംക്ക പിന്നെ നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. ഫിഗർ ചെയ്യാം സ്റ്റേജിൽ. ചെയ്യും. മോനെന്തിനും പഠിക്കണേ? ഞാൻ +2. എവിടെയാണ്? പൂക്കരത്തറ അല്ലേ? കഴിഞ്ഞു, +2 കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒരു 2 വരി പാട്ട് ഫാമിലിയാണല്ലോ. പാട്ട് ഫാമിലി. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാകമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ നീർ പെയ്യുമോ പ്രണയാർദ്രമീ
ശാഖയിൽ ഇന്നിതാ. അടിപൊളി. പഠിക്കുന്ന കാലത്തൊക്കെ ലൈറ്റ് മ്യൂസിക്കും അതല്ലേ പങ്കെടുത്തിരുന്നത്. പിന്നെ കീബോർഡ് ആണ് അവന് താല്പര്യം. അപ്പോൾ അങ്ങനെ മ്യൂസിക് ആ രീതിയിൽ പോകാനുള്ള കുറേ പ്ലാനിങ്ങിലാണ്. അതല്ലേ. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു നോക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന സംഭവം, എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ല. പക്ഷെ അതിലും തിരക്കുകളല്ലേ. സന്തോഷം കേട്ടോ. ഓക്കെ. കുട്ടികളെയും പരിചയപ്പെട്ടൊക്കെ ഒരുമിച്ച് കിട്ടിയത് ഒരുപാട് സന്തോഷം. എന്താ പറയുക, അസീവിനെ കണ്ടിട്ടും നാളുകളായി. വേറെ കാര്യം, വരുന്ന 15-ന് ഫെബ്രുവരി 15 ശനിയാഴ്ച നമ്മുടെ ഈ ഗ്രൗണ്ടിൽ പറൂക്കര യാസ്പ ഗ്രൗണ്ട് ഒരു മെഗാ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ എൻ്റെ പേരിലൊരു കൂട്ടായ്മ ഉണ്ട്, എടപ്പാൾ വിശ്വനാഥ് മ്യൂസിക് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടേ. എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന കുറേ പേര്, നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അവർ നടത്തുന്ന, അവരുടെ കൂടെ പിന്നെ ഞാനും നിൽക്കണ്ടേ. തീർച്ചയായിട്ടും. അപ്പോൾ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാം, കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി ഇവിടെ, കാതോരം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ലതിക ടീച്ചറെ ഞങ്ങളൊന്ന് ആദരിച്ചു. ഇവിടെ ഉഗ്രൻ പ്രോഗ്രാം ഇരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഔസപ്പച്ചൻ സാറിനെയാണ്. ഔസപ്പച്ചൻ സാറ് വരും. ഔസപ്പച്ചന് ഞങ്ങളൊരു ആദരവ് കൊടുക്കുകയാണ്. അപ്പോൾ ഔസപ്പച്ചൻ സാറിൻ്റെ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു മെഗാ പ്രോഗ്രാം, ഗാനമേള. അത് 10-16 പീസ് ഓർക്കസ്ട്രയൊക്കെ വെച്ച് വലിയ ഇതിലാണ് നടത്തുക. അപ്പോൾ അതിൽ ഈ വരുന്ന 15-ാം തീയതി അപ്പോൾ ഞാനടക്കം ഉണ്ടാവും. അതിൽ മറ്റ് കുറേ സിംഗേഴ്സും പാടുന്നുണ്ട്. കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ വലിയൊരു നമുക്ക് മലയാളത്തിന് നഷ്ടങ്ങളായ 2 വലിയ മഹാന്മാരാണ്. ഒന്ന് MT സാറും പിന്നെ നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 വിയോഗങ്ങളാണ്. വലിയ നഷ്ടമാണ്. അപ്പോൾ കൂട്ടത്തിൽ അവരെ ഞങ്ങളൊന്ന് പിന്നെ അനുസ്മരിക്കുന്നു. അപ്പോൾ MT സാറിൻ്റെ പടത്തിലെ MT സാറിൻ്റെ ചിത്രങ്ങളിലെ പാട്ടുകളും ഉൾക്കൊള്ളിക്കും. ഇന്ദുലേഖ, അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്, ഒത്തിരി പാട്ടുകളുണ്ട്. അതുപോലെ നമ്മുടെ ജയേട്ടൻ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കുള്ളൊരു പ്രണാമം ഒക്കെയാണ് ഈ പരിപാടി. അപ്പോൾ ഫെബ്രുവരി 15-ന് എന്തായാലും ഇവിടേക്ക് വരണം. നിങ്ങളോടും കൂടിയാണ് ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കാണാൻ നിങ്ങളെല്ലാവരെയും പറൂക്കര യാസ്പ ഗ്രൗണ്ടിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പിന്നെ ഇതൊരു ക്ഷണമായി കണ്ട് നേരത്തെ എല്ലാവരും എത്തുക. അസീബിനെയും ഫാമിലിനെയും ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസീബിൻ്റെ ചാനലിന് വേണ്ടി എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്യുക, ചാനൽ വിജയിപ്പിക്കുക, ചാനൽ കാണുക. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. ജയേട്ടനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ജയേട്ടൻ്റെ പാട്ടുകൾ പാടാതെ നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അല്ലേ? ജയേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ വളരെ അടുപ്പായിരുന്നു, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അതൊരു വലിയ നഷ്ടമാണ് ശരിക്കും. ജയേട്ടനെ പോലെ പാടുന്ന മെലഡി പാട്ട് പാടാൻ ജയേട്ടനെ പോലെ പാടുന്ന വേറൊരു ഗായകൻ ഇനി മലയാളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ഒരു ഫീല് അത് വേറൊരു സംഭവമാണ്. അപ്പോൾ ആ ജയേട്ടന് ഇവിടെ ഒരു ആദരവ് കൊടുക്കുകയാണ് ഞങ്ങൾ. ജയേട്ടന് ഒരു പ്രണാമം. എന്തായാലും ജയേട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ജയേട്ടൻ ഒരു ആൽബത്തിന് വേണ്ടി പാടിയ പാട്ടാണ് ഇപ്പോൾ ഈ പാടാൻ പോകുന്നത്. ആൽബത്തിന് വേണ്ടി രാജീവ് ആലുങ്കൽ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരുണ്ട്, രാജീവ് ആലുങ്കൽ. രാജീവേട്ടൻ എഴുതിയിട്ടുള്ളൊരു പാട്ടത്, പക്ഷെ വളരെ ഫീലായിട്ടുള്ളൊരു പാട്ടാണ്. ഇത് ജയേട്ടനാണ് പാടിയത്. അത് പലരും കേട്ട് കാണും, എന്നാൽ കുറേ കേൾക്കാത്തവരുണ്ടാവും. അതിൻ്റെ ഒരു 4 വരി പാടിത്തരാം. തീർച്ചയായിട്ടും. പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നുടെ ശോകരാമായണ പാരായണം. പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നുടെ
ശോകരാമായണ പാരായണം ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം അങ്ങനെ പാട്ടുണ്ട്. ഞാനീ പാടിയ പോലെ ഒന്നല്ല, ജയേട്ടൻ അത് വളരെ ഗംഭീരമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. അസീബിനും ഈ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കലായാത്രയിൽ ഇനിയും മികച്ചതായ ഒരുപാട് കലാകാരന്മാർ വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ചാനൽ ഒരുപാട് ഹിറ്റാവട്ടെ എന്നാണ് ആശയം. ചാനൽ ഹിറ്റായിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൂടി തരാം. ഓ 15 മറക്കണ്ട ഈ പരിപാടിക്ക്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.